ഹലോ ഗൈസ്, ഞാൻ വീണ്ടും ഒരു ചാനലായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഈ അടുത്തിട്ടൊരു പോസ്റ്റാണ്. അടുത്തത് ഏത് തീം ചാനൽ വേണം, ഏത് കളറിലുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് പർപ്പിളിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു കമൻറ്റ് പ്രമാണിച്ചിട്ടാണ്, ആ ഒരു പോസ്റ്റിലത്തെ വോട്ട്സ് പ്രമാണിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, ഈ ഒരു പർപ്പിൾ തീം ചാനൽ. അപ്പോൾ അടുത്തത് ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ പുറകെ വരുന്നു, ഇട്ടിട്ടുണ്ട് കേട്ടോ, അല്ല ഇടാൻ പോകുന്നുണ്ട് കേട്ടോ. ആ ചാനലിൻ്റെ, അതായത് ആ ചാനൽ വീഡിയോ അല്ല, ആ ചാനൽ എന്തിനെ കുറിച്ചാണ് എന്നൊക്കെയുള്ളത്. അപ്പോൾ ഈ ഒരു പർപ്പിൾ തീം ചാനൽ ഞാൻ ചെയ്തിട്ടുള്ളത് ആ വോട്ട്സ് പ്രമാണിച്ചിട്ടാണ്. ഏറ്റവും കൂടുതൽ 75% ആൾക്കാരും വോട്ട് ചെയ്തത് പർപ്പിൾ തീമിനാണ്. ബാക്കി ആരും റെഡും ബ്ലൂവും പറഞ്ഞിട്ടില്ല, പിങ്കാണ് സെക്കൻഡ് ഓപ്ഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ പിങ്കും ചെയ്യുന്നതായിരിക്കും, ഇതിന് പുറകെ തന്നെ പിങ്കും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ ഇതിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇതാണ് കേട്ടോ, പർപ്പിളല്ല ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. അപ്പോൾ ആ വോട്ട്സ് പ്രമാണിച്ചിട്ട് ഞാൻ ആദ്യം പർപ്പിൾ ചെയ്തു, അടുത്തത് പിങ്ക് ചെയ്യുന്നതായിരിക്കും. ആദ്യം ഈ ഒരു ഗ്രിഡ് വരച്ച ഒരു പേപ്പർ, ഇതിന് ബാക്കിൽ വലിയൊരു കഥയുണ്ട് ഗൈസ്. ഞാൻ ശാസ്ത്രമേളയിൽ നമ്പർ ചാർട്ടിന് പോയപ്പോൾ ഒക്കെ എഴുതി കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഞാൻ ഒക്കെ എഴുതി കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ജഡ്ജ്മെൻ്റൊക്കെ കഴിഞ്ഞ് അവർ വിടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഭയങ്കര ബോറടിച്ചപ്പോൾ എൻ്റെ കയ്യിൽ മാർക്കറും ഉണ്ടായിരുന്നു, A4 ഷീറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്രിക സിസേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ റഫായിട്ട് കൈ കൊണ്ട് തന്നെ മുറിച്ചിട്ടൊക്കെയാണ് ഈ സാപ്ലിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിലത്തെ ഈ ഗ്രിഡ് പേപ്പറും ഇപ്പോൾ ഒട്ടിച്ച ആരോ മാർക്ക് കണക്കത്തതും ഈ സൈഡിൽ ഒട്ടിക്കാൻ പോകുന്നതൊക്കെ ഞാൻ അവിടുന്ന് വരച്ച് കളർ ചെയ്തെടുത്താണ്. അപ്പോഴാണ് ഗൈസ് എൻ്റെ മുമ്പിൽ അയ്യോ വന്നത്. അപ്പോൾ എനിക്ക് ടെൻഷനായി. അപ്പോൾ എന്നോട് ഞാൻ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നോട് എന്ത് മാസ്ക് ഇട്ടത്, ജലദോഷ ചുമയുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ടായിന്, 2 ദിവസം മുന്നിൽ ലീവെല്ലാം എടുത്തിട്ടുണ്ടായിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിട്ട് അയ്യോ ചോദിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്താ ചെയ്യുന്നതെന്ന്. ഞാനിങ്ങനെ ഫ്രീ ആയതുകൊണ്ട് എല്ലാം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഫയലെടുത്ത് വെച്ച് ഇങ്ങനെ വരച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പം ഞാനും ചെയ്തു. പിന്നെ നിലത്തിരുന്നത് കൊണ്ട് അന്ന് ഭയങ്കര കാൽവേദനയായിരുന്നു കേട്ടോ. പിറ്റേന്ന് ഞാൻ പോകേണ്ടിയിരുന്നില്ല. പിന്നെ വേറൊരു റീസൺ ഉണ്ടായിരുന്നു, ഞാൻ വെള്ളിയാഴ്ച പോകാത്തതിന്. കണ്ണ് എന്തോ രാവിലെ എണീച്ചപ്പോൾ എന്നെ വീങ്ങി വന്നിട്ടുണ്ടായിരുന്നു. കണ്ണ് ഭയങ്കര പൊന്തി വന്നിട്ടുണ്ടായിരുന്നു, വീങ്ങി പൊന്തി വന്നു. അപ്പോൾ എനിക്ക് പേടിയായിട്ട് ഞാൻ പിന്നെ പോയില്ല. എന്താണെന്ന് ഇപ്പോൾ കുറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെ പിന്നെ ഈ സൈഡിൽ ക്ഷമിക്കണം ഗൈസ്, ഇത് ഈ അമ്മമ്മയുടെ ഫോൺ ആയതുകൊണ്ട് അതിനുള്ളൊരു മെസ്സേജ് വരുമ്പോൾ ഉണ്ടാകുന്നൊരു സൗണ്ടാണ്. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ക്ഷമിക്കണം. അപ്പോൾ പിന്നെ ആ സൈഡിൽ 2 ഇങ്ങനെ ഒരു ത്രികോണത്തിലുള്ളൊരു പേപ്പർ ഒട്ടിച്ചു, ട്രയാങ്കിളിൽ വരുന്നത്. പിന്നെ നടുക്കൊരു സ്ക്വയർ പേപ്പർ ഒട്ടിച്ചു. പിന്നെ ഇതിലെന്തെങ്കിലും റൈറ്റിങ്സ് എഴുതാം. അപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ, അതിൽ റൈറ്റിങ്സൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് സിമ്പിൾ, വളരെ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ചാനലാണ്. വളരെ എളുപ്പമാണ്, സപ്ലിങ്സ് ഇല്ലാത്തവർക്ക് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു മിനി സിമ്പിൾ ചാനലാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു ചാനൽ, അപ്പോൾ എല്ലാവർക്കും സൗകര്യത്തിന് ചെയ്യാൻ പറ്റിയ, ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.